അൻപുടയോനേ നിൻ വാതിൽ മുട്ടുന്നു ദാസർനാദം ആവശ്യത്താൽ യാചിക്കും അടിയാരേ തള്ളിടല്ലേ നിന്നെ വിളിക്കും നിന്നുദവിക്കായി ബലഹീന നല്ലവനേ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ബാറഖ്യമോർ. അവൻ യെരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്ന പേരുള്ളൊരു പുരുഷൻ യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. എന്നാറെ അവൻ മുമ്പോട്ട് ഓടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിമേൽ കയറി. യേശു ആ വഴി വരികയായിരുന്നു. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഞാനിന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നുവെന്ന് അവനോട് പറഞ്ഞു. അവൻ ബദ്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. കണ്ടവരെല്ലാം അവൻ പാപിയായ ഒരു മനുഷ്യനോടുകൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് പിറുപിറുത്തു. സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്നും ഇവനും അബ്രഹാമിൻ്റെ മകൻ ആകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. കാണാതെ പോയതിനെ തിരിഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ, തിരുവചനത്തിൽ നിന്നും അത്ഭുത കാര്യങ്ങളെ കാണുവാൻ അടിയങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അഭിവന്ദ്യനായ ക്ലീമിസ് തിരുമേനി, വന്ദ്യനായ അപ്രയം റംബാച്ചൻ, വന്യ കോർപ്പിസ്കൊപ്പമാരെ, വന്യ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ അനുഗ്രഹീതരെ, മെൽത്തോ കോഴഞ്ചേരി കൺവെൻഷനിൽ ആദ്യമായിട്ടാണ് സംബന്ധിക്കുന്നത്. ബഹുമാനപ്പെട്ട ബിജു പറഞ്ഞതുപോലെ എല്ലാം ഭംഗിയായും ചിട്ടയായും ചെയ്തിരിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. എല്ലാ അഭിനന്ദനങ്ങളും അഭിവന്യ തിരുമേനിയെയും ഇതിൻ്റെ സംഘാടകരെയും അറിയിക്കുന്നു. സക്കായിയെക്കുറിച്ചാണല്ലോ ഇന്ന് സംസാരിക്കുന്നത്. സക്കായിയെപ്പോലെ ഒരു കുറിയ മനുഷ്യൻ്റെ പരിശ്രമത്തിൻ്റെ വളരെ സന്തോഷകരമായ ഒരു പൂർത്തീകരണം ബഹുമാനപ്പെട്ട റോയി ഫിലിപ്പച്ചൻ ദിവസങ്ങൾ കൊണ്ട്, എല്ലാ ദിവസവും ഒരു SMS, ഒരു മെസ്സേജ്, എന്ത് ഭംഗിയായിട്ടാണ് ടെക്നോളജി അദ്ദേഹം ഉപയോഗിക്കുന്നത്. നല്ല മാതൃകയാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും ആളുകൾ ഈ വൈദികരുടെ സാന്നിധ്യത്തിൽ ഇവിടെ വന്നു കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കോഴഞ്ചേരി ഡിസ്ട്രിക്റ്റിലെ 3 ഇടവകകൾക്ക് ഇത്രയൊക്കെ ചെയ്യാമെങ്കിൽ തുമ്പമൺ ഭദ്രാസനത്തിന് എന്തൊക്കെ ചെയ്യുവാനായിട്ട് കഴിയും? മലങ്കര സഭയ്ക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് കഴിയും? കാര്യമായി പരിഗണിക്കേണ്ട ഒരു ചിന്ത തന്നെയാണ് ഇത് എന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാ ആശംസകളും പ്രാർത്ഥനകളും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, മറ്റ് ആമുഖമൊന്നുമില്ലാതെ
വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിൻ്റെ ധ്യാന ചിന്തകളിലേക്ക് പ്രവേശിക്കട്ടെ. വളരെ സുപരിചിതമായ ഒരു വേദഭാഗം. സക്കായിയെക്കുറിച്ച് കേൾക്കാത്തവർ ആരാണ് ഈ പന്തലിൽ ഇപ്പോൾ ഉള്ളത്? കാലങ്ങളായി കേട്ട് പഠിച്ച് പഴകിയ ഒരു വേദഭാഗത്തെ, എല്ലാ ഭവനകൂദാശയുടെയും വിശുദ്ധ ഏവങ്കേലിയോൻ ഭാഗമായി ക്രമീകരിച്ചിരിക്കുന്ന ഈ വേദഭാഗത്തെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് പരിവർത്തിപ്പിക്കുവാൻ, ഇതിൻ്റെ അന്തരാർത്ഥങ്ങൾ നമ്മുടെ ജീവിതത്തിന് അങ്ങനെ പ്രാവർത്തികമാകുവാൻ കഴിയും എന്ന ദൈവസന്നിധിയിൽ ശരണപ്പെടുവാൻ ഈ സമയം നമുക്ക് മാറ്റിവെക്കാം. ഈ സംഭവം നടക്കുന്നത് യെരിഹോവിലാണ്. യെരിഹോ ഭൂമിശാസ്ത്രപരമായി വേദപുസ്തകത്തിൻ്റെ അവസാനത്തെ താളുകളിലോ സൺഡേ സ്കൂൾ പുസ്തകത്തിൻ്റെ ചില പേജുകളിലോ ഉള്ള ഒരു ഭൂമിശാസ്ത്രപരമായ സ്ഥലം മാത്രമല്ല. യെരിഹോ ഒരു ഇടമാണ്. നമ്മുടെ ജീവിതത്തിന് ശക്തമായ സന്ദേശങ്ങൾ നൽകിയ ഒരിടം. നമ്മൾ യെരിഹോവയെ പരിചയപ്പെടുന്നു. യോശുവ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ മതിൽ തകർന്നു വീണ കാര്യം നമുക്കറിയാം. എന്താണ് സന്ദേശം? യെരിഹോ നൽകുന്ന സന്ദേശം, ഏകമനസ്സോടെ ദൈവസന്നിധിയിൽ യാചിച്ചാൽ പ്രതിസന്ധിയുടെ ഏത് മതിലും തകർന്നു വീണ് ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുവാൻ കഴിയുമെന്ന് നമ്മെ പഠിപ്പിച്ച ഒരിടമാണ് യെരിഹോ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ ബർത്തിമ എന്ന് പറയുന്ന കുരുടൻ വഴിയരികെ ഇരുന്ന് ഭിക്ഷ യാചിച്ചതും യെരിഹോവിലാണ്. അവനാണ് നമ്മെ കുറിയലായിസൻ വിളിക്കാൻ പഠിപ്പിച്ചത്. കർത്താവെ കരുണ ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥനയായി പറഞ്ഞു തന്നത് ഈ യെരിഹോവിൻ്റെ വഴികളിലാണ്. നല്ല ശമരിയാക്കാരനെ കുറിച്ച് നമ്മൾ പഠിച്ചതും ഈ യെരിഹോവിൻ്റെ വഴിത്താരയിൽ നിന്നാണ്. അവനാണ് കടന്നുപോയ മറ്റെല്ലാവരേക്കാൾ കൂടുതൽ ഈ അഗതിയെ, ഈ വീണ് കിടക്കുന്നവനെ താങ്ങിയെടുത്ത് ശുശ്രൂഷ നൽകുവാനായി നമ്മെ പ്രേരിപ്പിച്ചത് യെരിഹോവിൻ്റെ വഴികളിലാണ്. ഇവിടെ ഇതാ വീണ്ടും യെരിഹോ സക്കായിയുടെ ജീവിതത്തിന് പരിവർത്തനം വരുത്തി, ജീവിതത്തിന് സമസ്തമായ മാറ്റം വരുത്തി, രക്ഷ അവൻ്റെ ജീവിതത്തിന് കൊണ്ടുവന്ന യെരിഹോ ഒരു ഇടമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ആമുഖമായി യെരിഹോ ഭൂമിശാസ്ത്രപരമായ ഒരു സ്ഥലമല്ല, പിന്നെയോ യെരിഹോ ഒരു ഇടമാണ്. ദൈവജനത്തിന് ശക്തമായ സന്ദേശങ്ങളും പ്രാർത്ഥനകളും പഠിപ്പിച്ചു കൊടുത്ത യെരിഹോ ഒരു ഇടവും ഒരു വഴിയും ഒക്കെയാണ്. ഇവിടെയാണ് സക്കായിയെ നാം ഇന്ന് പരിചയപ്പെടുന്നത്. ഈ വേദഭാഗത്ത് 3 പ്രധാന കഥാപാത്രങ്ങളുള്ളതായി നമുക്കറിയാം. ഏറ്റവും പ്രധാനമായി യേശു തമ്പുരാൻ, രണ്ടാമതായി സക്കായി എന്ന് പറയുന്ന മനുഷ്യൻ, മൂന്നാമതായി യേശു തമ്പുരാന് ചുറ്റും നിന്നിരുന്ന പുരുഷാരം. സക്കായിയെക്കുറിച്ച് ഈ വേദഭാഗത്തിൽ 2 കാര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രമാണിയായിരുന്നു എന്നാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തേത് അവൻ ധനവാനായിരുന്നു എന്നുള്ളതാണ്. ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായിരുന്ന സക്കായി. ചുങ്കക്കാരനെ കുറിച്ച് അന്നത്തെ ആളുകൾക്ക് അത്ര നല്ല മതിപ്പല്ലായിരുന്നു. കാരണം അവൻ പാപിയാണ്. അതിൻ്റെ പ്രധാന കാരണങ്ങൾ 2ആണ്. ചുങ്കക്കാരന് നികുതി പിരിക്കുവാനായി അവനോട് പറഞ്ഞിരിക്കുന്നതിൽ അധികം പിരിക്കുന്നവനായിരുന്നു സാധാരണ ചുങ്കക്കാർ. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ നീരസവും സങ്കടവും കോപവും ഒക്കെ ചുങ്കക്കാരൻ്റെ മേലുണ്ടായിരുന്നു. പൊതുവെ അവൻ പാപിയായി മുദ്രകുത്തപ്പെട്ടിരുന്നു. രണ്ടാമത്, അവൻ അന്ന് ചുങ്കം പിരിച്ചുകൊണ്ടിരുന്നത് അവൻ്റെ നാടിനു വേണ്ടിയല്ല, റോമ ചക്രവർത്തിക്ക് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ പാപിയായി മുദ്രകുത്തപ്പെട്ടവൻ. പക്ഷേ
അവൻ ചുങ്കക്കാരുടെ ഇടയിലെ ഒരു പ്രമാണിയായിരുന്നു. അവൻ ചുങ്കക്കാരുടെ ഇടയിലെ ഒരു ലീഡറായിരുന്നു. ചുങ്കക്കാരുടെ പ്രമാണിയായ അവൻ യേശു ഏതാണെന്ന് കാണുവാനായിട്ട് ശ്രമിക്കുകയാണ്. യേശു എന്താണെന്ന്, ഏതാണെന്ന്, ആരാണെന്ന് കാണുവാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഈ ശ്രമത്തിന് 3 പ്രതിസന്ധികൾ അവൻ്റെ മുമ്പിലുണ്ട്. സക്കായിയുടെ യേശുവിനെ കാണുവാനായിട്ടുള്ള ശ്രമത്തിൻ്റെ പ്രതിസന്ധികൾ 3 സുവിശേഷം പറയുന്നത്. 1, അവൻ വളർച്ചയിൽ കുറിയവനായിരുന്നു. യേശുവിനെ കാണുവാനായിട്ടുള്ള ഒരു ഉയരക്കുറവായിരുന്നു അവൻ്റെ 1ാമത്തെ പ്രതിസന്ധി. 2ാമത്തെ പ്രതിസന്ധി സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുവിനെ കാണുവാനായി പരിശ്രമിച്ച സക്കായിക്ക് പുരുഷാരം നിമിത്തം ഏതാണ് പുരുഷാരം? യേശുവിന് ചുറ്റും നിന്ന പുരുഷാര നിമിത്തം യേശുവിനെ കാണുവാൻ പരിശ്രമിച്ച സക്കായിക്ക് യേശുവിനെ കാണുവാനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ നാം പരിശോധിക്കണം ഈ പുരുഷാരം ഈ നൂറ്റാണ്ടിൽ ആരാണ് എന്നുള്ളത്. ആരാണ് ആ പുരുഷാരം? ഞാനും നിങ്ങളുമൊക്കെ തന്നെയാണ്. നമ്മുടെ പള്ളിയുടെ ചരിത്രവും പ്രത്യേകിച്ച് നമ്മുടെ കുടുംബ ചരിത്രമൊക്കെ പരിശോധിച്ചാൽ അറിയാം നമ്മൾക്കൊക്കെ എന്ത് ക്ലെയിമുകളാണുള്ളത്. എല്ലാ കുടുംബചരിത്രവും ആരംഭിക്കുന്നത് എങ്ങനെയാണ്? മാർത്തോമാ ശ്ലീഹ വെള്ളം തെളിപ്പിച്ചപ്പോൾ ഞങ്ങളുടെ വല്യപ്പൻ അതിൻ്റെ കരയ്ക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ചരിത്രമാണ് എല്ലാ കുടുംബങ്ങൾക്കും. പള്ളികൾക്കും അങ്ങനെയാണ്. ഏറ്റവും കുറഞ്ഞത് നിലയ്ക്കലിൽ നിന്നോ നിരണത്ത് നിന്നോ ആരംഭിച്ച് ഇപ്പോൾ ഇവിടെ പണിതപ്പെട്ടിരിക്കുന്ന പള്ളികളുടെ ഒരു ചരിത്രമാണ്. പക്ഷേ അതിൽ ആരാധിക്കുന്ന പുരുഷാരം തടസ്സമാകുന്നു യേശുവിനെ കാണുവാൻ ആഗ്രഹിക്കുന്ന സക്കായിക്ക്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ബർത്തിമായി എന്ന് പറയുന്ന കുരുടൻ വഴിയരികിൽ ഭിക്ഷയാചിച്ചു കൊണ്ടിരിക്കുമ്പോൾ കണ്ണ് കാണുവാൻ പാടില്ല. കടന്നു പോകുന്ന യേശുവിനെ കണ്ടിട്ട് അവൻ നിലവിളിക്കുകയാണ്, യേശുവേ ദാവീദ് പുത്ര, പാപിയായ എന്നോട് കരുണ ചെയ്യണമേ എന്ന് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുവിന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം അവനോട് പറഞ്ഞു, മിണ്ടാതിരിക്കുക. കാരണം ഈ യേശുവിനെ കൊണ്ടുപോയി ഈ പുരുഷാരത്തിന് ചിലത് സാധിക്കുവാനായിട്ടുണ്ട്. കണ്ണുപൊട്ടൻ്റെയും ഭിക്ഷയാചിക്കുന്നവൻ്റെയും യാചന കേൾക്കുവാൻ നിർത്തിക്കൊടുക്കുവാൻ ഉള്ളതല്ല യേശു. വീണ്ടും നമ്മൾ വായിക്കുന്നു പുരുഷാരത്തെക്കുറിച്ച്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, അപ്പം വർദ്ധിപ്പിക്കുവാനായി യേശു തയ്യാറാകുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്യവും കടന്നു വരുന്ന പുരുഷാരം എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഈ പുരുഷാരം എന്ന് പറയുന്ന വാക്ക് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തിരിക്കുന്നത് ക്രൗഡ് എന്നാണ്. CROWD, ക്രൗഡ്. പക്ഷേ യേശു തമ്പുരാൻ വന്നത് ഈ ക്രൗഡിനെ നയിക്കുവാനായിട്ടല്ല. പിന്നെയോ മുമ്പേ ബിജു ജേക്കബ് പറഞ്ഞതുപോലെ ഒരു ടോട്ടൽ ട്രാൻസ്ഫർമേഷൻ ഈ ക്രൗഡിനുണ്ടാക്കി ആ ക്രൗഡിനെ ഒരു കമ്മ്യൂണിറ്റി ആക്കുവാനായിട്ടായിരുന്നു. അതാണ് സഭ. അപ്പൊ യേശു ക്രിസ്തുവിന്റെ ദൗത്യം എന്താണ്? ക്രൗഡിനെ കമ്മ്യൂണിറ്റിയാക്കുക, പുരുഷാരത്തെ സഭയാക്കുക, പുരുഷാരത്തെ സമൂഹമാക്കുക. ഇവിടെ ഇതാ യേശുവിനെ കാണുവാനായിട്ട് ആഗ്രഹിച്ച സക്കായിക്ക് പുരുഷാരം ഒരു തടസ്സമായി. ഏതാണ് ആ പുരുഷാരം? യേശുവിനോട് കൂടെ നിന്ന പുരുഷാരം. എന്നാൽ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവിടെ സഭയെക്കുറിച്ചാണ് പറയുന്നത്. ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും അനുഭവിച്ച ഈ ക്രൗഡ് ഒരു കമ്മ്യൂണിറ്റിയായി തീർന്നതിൻ്റെ ചരിത്രമാണ് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം വിറ്റുപെറുക്കി അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചിട്ട് എല്ലാവർക്കും വീതിച്ചു കൊടുക്കുകയും എല്ലാവരും ചേർന്ന് കൂട്ടായ്മ ആചരിക്കുകയും ചെയ്തിരുന്ന ഒരു സഭയിലേക്കുള്ളൊരു പരിവർത്തനം
പ്രിയമുള്ളവരെ, ആലോചിക്കണം. യേശു തമ്പുരാനും പരിശുദ്ധാത്മാവും ഒക്കെ ചേർന്ന് നമ്മെ ആക്കി വച്ചിരിക്കുന്ന ഈ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഈ സഭയിൽ നിന്ന് ഇന്ന് നമ്മൾ തിരിച്ചു പോയില്ലേ എന്നുള്ളത്. ഇന്ന് ക്രൗഡാണുള്ളത്, കമ്മ്യൂണിറ്റി ഇല്ല. അപ്പൊ ഈ ക്രൗഡിന്റെ പ്രത്യേകത എന്നാണ്? ശ്രദ്ധിച്ചാലറിയാം. യേശു തമ്പുരാന്റെ ക്രൂശീകരണമായപ്പോൾ കൂടെയുണ്ടായിരുന്ന പുരുഷാരത്തിൽ ഒന്നുപോലും കൂടെയുണ്ടായിരുന്നില്ല എന്നുള്ളത് ക്രൗഡിന്റെ പ്രത്യേകത അതാണ്. കാരണം ഈ ക്രൗഡിന് വേണ്ടത് അപ്പം വർദ്ധിപ്പിക്കുന്നതാണ്. കാരണം ഈ ക്രൗഡിന് വേണ്ടത് രോഗശമനം മാത്രമാണ്. ഈ ക്രൗഡിന് വേണ്ടത് ഇങ്ങനെ ലോകത്തിൽ സുഖമായി ജീവിക്കുവാൻ ആവശ്യമുള്ള പലതുമാണ്. അതാണ് ക്രൗഡിന്റെ ആവശ്യം, അതാണ് പുരുഷാരത്തിന്റെ ലക്ഷണം. ഇവിടെ ഇതാ യേശു തമ്പുരാൻ ക്രൂശിതനാകുവാൻ പോയപ്പോൾ അപ്പം വർദ്ധിപ്പിച്ച് കഴിച്ചവനും രോഗസൗഖ്യം കിട്ടിയവനും കൂടെ നിന്നവനും കൂടെ പിടിച്ചു നിർത്തി ട്രെയിനിങ് ഒക്കെ കൊടുത്ത് 3.5 വർഷക്കാലം പരിശീലിപ്പിച്ച 12 പേരുൾപ്പെടെ പുരുഷാരത്തിൽ ഒരെണ്ണം പോലും കുരിശിന്റെ അടുക്കൽ വരുവാൻ ധൈര്യം കാട്ടിയില്ല. പാവം യോഹന്നാൻ മാറി നിന്നത് വായിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം സുവിശേഷത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പത്രോസിനെ കുറിച്ചാണ്. പത്രോസ് യേശു തമ്പുരാനെ അനുഗമിച്ചതായി സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നു. എന്നാൽ അവിടെ ഒരു വാക്ക് കൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്, അകലം വിട്ട് എന്നാണത്. പത്രോസ് ക്രൂശിതനാകാൻ പോകുന്ന യേശു തമ്പുരാന്റെ കൂടെ നിന്നപ്പോഴും ഒരു അകലം വിട്ടാണ് യേശു തമ്പുരാനെ പിന്തുടർന്നത്. കാരണം ആ അകലം ഒരു സേഫ് ഡിസ്റ്റൻസ് ആണ്. യേശു തമ്പുരാൻ ക്രൂശിതനാകാൻ പോകുമ്പോൾ കൂടെ നിന്നിരുന്ന പുരുഷാരമെല്ലാം ചിതറിപ്പോയി. ഉണ്ടായിരുന്നവരിലും പത്രോസ് ഒരു അകലം വിട്ട് പിൻവിറ്റതുപോലെ വളരെ വളരെ സേഫായിട്ടുള്ള ഒരു ദൂരം, പിടിക്കപ്പെടുവാൻ പാടില്ലാത്ത, ക്രൂശിക്കപ്പെടുവാൻ പാടില്ലാത്ത ഒരു സേഫ് ഡിസ്റ്റൻസ് പാലിച്ച് ഈ പുരുഷാരം ഇന്നും യേശുവിനോട് കൂടെ നടക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ വേണേ തെളിയിക്കാം, നാളെ ഇവിടെ ഒരു പീഡ ആരംഭിച്ചാൽ എത്ര പേർ ക്രിസ്ത്യാനികളായിട്ട് കാണുമെന്ന് കൈയുയർത്തി കാണിച്ചു. കണ്ടില്ലേ? കോഴഞ്ചേരി കൺവെൻഷനിൽ കർത്താവിൻ്റെ ക്രൂശിൻ്റെ സമീപം വചനത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി കടന്നു വന്നിരിക്കുന്ന ഈ വചനം കേൾക്കുന്ന മക്കൾക്ക് നാളെ പീഡ ആരംഭിച്ചാൽ, നാളെ യേശു ക്രിസ്തുവിനെ കൊന്നതുപോലെ കൊല്ലുവാൻ തുടങ്ങിയാൽ ക്രിസ്ത്യാനിയായി നിലനിൽക്കുകയില്ല എന്നുള്ള സേഫ് ഡിസ്റ്റൻസ്. ഇതാണ് പുരുഷാരത്തിൻ്റെ പ്രശ്നം. കാരണം പുരുഷാരം എപ്പോഴും ഒരു കൺസ്യൂമറിസ്റ്റിക് സൊസൈറ്റിയുടെ പ്രതീകമാണ്. കൺസ്യൂമറിസം എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ, എന്ത് കൊടുക്കുമെന്നില്ല. എന്തിനാ പള്ളിയിലും സഭയിലും ഒക്കെ ഇത് തിരയുന്നത്? വീട്ടിൽ നോക്കിയാലും വീടുന്ന് കുടുംബമാണോ, ക്രൗഡാണോ, കമ്മ്യൂണിറ്റിയാണോ? പണ്ടുണ്ടായിരുന്ന ഒരു മുറി വീടിൽ, 1.5 മുറി വീടിൽ ഒരു കുടുംബമുണ്ടായിരുന്നു, ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ നിങ്ങളോട് ചിലപ്പോഴെങ്കിലും ചോദിച്ചിട്ടില്ലേ, ആരാ എൻ്റെ മുറി കയറിയെന്ന്, ആരാ എൻ്റെ അലമാര തുറന്നതെന്ന്? ക്രൗഡിൻ്റെ ലക്ഷണമാണ്. ഒരുമിച്ച് ജീവിക്കുവാൻ കഴിയാത്ത, ഒരു കമ്മ്യൂണിറ്റിയുടെ അനുഭവമില്ലാത്ത, ഒരു സഭയുടെ, ഒരു സമൂഹത്തിൻ്റെ, ഞാൻ സഭയെന്ന് തന്നെ പറയട്ടെ, കുടുംബത്തെ, ഫാമിലി ഈസ് ദ മിനിയേച്ചർ ചർച്ച് എന്ന് പിതാക്കന്മാരുടെ എഴുത്തുകളിലുണ്ട്. കുടുംബം എന്ന് പറയുന്നത് സഭയുടെ ചെറിയ പ്രതീകമാണെങ്കിൽ ഈ സഭയുടെ, ഈ കമ്മ്യൂണിറ്റിയുടെ തനിമ നഷ്ടപ്പെട്ട കുറെ സൗധങ്ങൾ മാത്രമാണിന്ന്. നമ്മുടെ വീടുകൾ ഒരു ഹോട്ടലിൻ്റെയും ഒരു മോട്ടലിൻ്റെയും ഒക്കെ ലക്ഷണമായി പോയി. എന്താ ഹോട്ടലിൻ്റെയും മോട്ടലിൻ്റെയും ഒക്കെ ലക്ഷണം? വരുമ്പോൾ താമസിക്കുവാനായിട്ടൊരു മുറി വേണമെന്നതിന് അങ്ങേപ്പുറത്തേക്ക് ഒരുമിച്ചിരിക്കണമെന്നോ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണമെന്നോ, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണമെന്നോ ചിന്തയില്ലാതെ വരുമ്പോൾ ഹോട്ടലിൽ പോയി താമസിക്കുന്നത് പോലെ, ഒരു മോട്ടലിൽ പോയി താമസിക്കുന്നത് പോലെ, വൈകിട്ട് വന്ന് കിടന്നൊന്ന് ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് പോകുവാനായിട്ടുള്ള
ഒരു സ്ഥലമായി വീട് മാറിയെങ്കിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു ഭാര്യയും ഭർത്താവും, വലിയ പ്രായമൊന്നുമില്ല, എന്നോട് സംസാരിക്കാനായിട്ട് വന്നു. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഒരു മാസത്തെ വരവ് ശമ്പളം 1,40,000 രൂപ. പറഞ്ഞു വന്ന കൂട്ടത്തിൽ പറയുകയാണ് തികയുന്നില്ലെന്ന്. 1,40,000 രൂപ തികയുന്നില്ല പോലും. ഞാനിങ്ങനെ ചോദിച്ചു വന്ന കൂട്ടത്തിൽ ചോദിച്ചു, അവരുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ ഒന്ന് പരിശോധിച്ച് വന്നപ്പോൾ ചോദിച്ചു, പ്രഭാത ഭക്ഷണം വളരെ തിരക്ക് പിടിച്ച്, ഇപ്പം സീരിയലാണല്ലോ, നിങ്ങൾ കാണുന്ന സീരിയലല്ല, കഴിക്കുന്ന സീരിയൽ. ഇപ്പം കേരളത്തിന് വെളിയിലൊക്കെ വളരെ പെട്ടെന്നൊരു സീരിയൽ കഴിച്ച് പോകും. ആരും ഒരുമിച്ചിരിക്കാറില്ല. ഉച്ചയ്ക്ക് ഓഫീസിലെ കഫറ്റീരിയയിൽ നിന്നാണ്, മെസ്സോളിൽ നിന്നാണ് കഴിക്കുന്നത്. ഈ 1,40,000 രൂപ വാങ്ങിക്കുന്ന ഈ ചെറുപ്പക്കാരി എന്നോട് പറയുകയാണ്, ഒരു നേരം പോലും, വൈകുന്നേരം പോലും വീട്ടിൽ ഒരുമിച്ചിരുന്ന് കുക്ക് ചെയ്യാറോ ഭക്ഷിക്കാറോ ഇല്ല. ഞാൻ ചോദിച്ചു, എവിടുന്നാ? ഞങ്ങൾ എന്നും വൈകിട്ട് റെസ്റ്റോറൻറ്റിലാണ് പോകുന്നേ. എങ്ങനെ തികയും? അപ്പം ഞാൻ അവനോട് ചോദിച്ചു, ഏട്ടാ, ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. ഞാൻ അവനോട് ചോദിച്ചു, നിന്റെ വീടിൻ്റെ അടുക്കളയ്ക്ക് നീ എത്ര രൂപ ചെലവാക്കി? അവൻ എന്നോട് പറഞ്ഞു, ഒരു 25-30 ലക്ഷം രൂപ. 25-30 ലക്ഷം രൂപ അടുക്കളയുടെ ആഡംബരത്തിന് ചെലവഴിച്ച ഈ ചെറുപ്പക്കാരിയും ഒരു നേരമെങ്കിലും ഈ അടുക്കളയിൽ ഒന്ന് തീ കത്തിക്കാതെ ജീവിക്കുമ്പോൾ ഇതെങ്ങനെയാണൊന്ന് കുടുംബമാകുന്നത്? നമ്മുടെ വീടുകളൊക്കെ ഇന്ന് വളരെയധികം ഡ്രൈ ആയിപ്പോയി. ഡ്രൈ എന്നുള്ള വാക്ക് വേറൊരു മേഖലയിലാണ് ഉപയോഗിക്കുന്നതെന്ന് എനിക്കറിയാമെങ്കിലും ജീവനില്ലാത്ത വീടുകളായിട്ട് മാറി. കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ അവരവരുടെ ലോകത്തിൽ ജീവിക്കാനായിട്ട് തുടങ്ങി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കേരളത്തിൽ അത്രയൊക്കെ ആയിട്ടില്ല. കേരളത്തിന് വെളിയിൽ നമ്മളൊരു വീട്ടിലിരിക്കുകയാണെങ്കിൽ, അത് തിരുമേനിയായാലും അച്ഛനായാലും ഒക്കെ ഒരു വീട്ടിലിരിക്കുകയാണെങ്കിൽ, സ്കൂളിൽ നിന്നൊക്കെ കടന്നു വരുന്ന കുട്ടി ഇങ്ങനെ വന്നിട്ട് പറയും, ഹായ് അച്ഛ. അവനെ പിന്നെ കാണത്തില്ല, അതിൻ്റെ അർത്ഥം ബായ് അച്ഛ എന്നാ. പിന്നെ തിരുമേനിയോ അച്ഛനോ പ്രാർത്ഥിക്കാനായിട്ട് മാതാപിതാക്കളോട് പറയുമ്പം അമ്മയാണ് മിക്കവാറും ഒരു ഫോൺ എടുത്ത് കറക്കും. അവനെ വിളിക്കുകയാണ്, ഈ വീട്ടിലിരിക്കുന്നവനാണ്. അവനോട് ചോദിക്കും, മോനെ നീ എവിടാ? ബാ, അച്ഛൻ പ്രാർത്ഥിക്കാൻ പോവുകയാണെന്ന്. ഇതൊരു ക്രൗഡിൻ്റെ ലക്ഷണമാണ് പ്രിയമുള്ളവരെ. നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ സൗകര്യം നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു സമൂഹത്തിൻ്റെ ബന്ധത്തിൽ നിന്ന്, ഒരു കുടുംബത്തിൻ്റെ ബന്ധത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞു. നമ്മൾ വിചാരിക്കും ഇതൊരു നല്ല കാര്യമാണെന്ന്. എൻ്റെ ഒരു സജഷനുണ്ട്, നിങ്ങൾക്ക് സ്വീകരിക്കാം, തള്ളിക്കളയാം. ഞാൻ പറയുന്നു, ഒരു വീട്ടിൽ 2 ആൺകുട്ടികളാണെങ്കിൽ, ഇപ്പം 2 ഉള്ളല്ലോ അതുകൊണ്ടാണ്, 2 ആൺകുട്ടികളാണെങ്കിൽ 10ാം ക്ലാസ് വരെ 2 മുറി കൊടുക്കരുത്, 1 മുറിയിൽ താമസിപ്പിക്കണം. 2 പെൺകുട്ടികളാണെങ്കിൽ 2 മുറിയിൽ താമസിപ്പിക്കരുത്, 1 മുറിയിൽ താമസിപ്പിക്കണം. കാരണം ഈ 10ാം ക്ലാസ് വരെയെങ്കിലും, കഴിയുമെങ്കിൽ 12ാം ക്ലാസ് വരെ. കാരണം മാതാപിതാക്കളോടും പറയട്ടെ, വളർത്തുന്നത് ഇപ്പോൾ 12ാം ക്ലാസ് വരെ കിട്ടൂ. പഠിപ്പിക്കാനുള്ളതും കൊടുക്കാനുള്ളതുമൊക്കെ ഈ 12ാം ക്ലാസ്സിനുള്ളിൽ കൊടുത്തുകൊള്ളണം. അല്ലെങ്കിൽ 12ാം ക്ലാസ് കഴിഞ്ഞാൽ ഒരു എൻട്രൻസ് കോച്ചിങ്ങും, അത് കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ കോളേജിലേക്ക് പോകും, പിന്നെ അങ്ങ് പോവുകയാണ്. അതുകൊണ്ട് 10ാം ക്ലാസ് വരെയെങ്കിലും 2 ആൺകുട്ടികളോ അതിന് മുകളിലേക്ക് എണ്ണമുള്ള കുടുംബങ്ങളിൽ ഉണ്ടെങ്കിൽ അവരെ 1 മുറിയിൽ താമസിപ്പിക്കുവാനും, 2 പെൺകുട്ടികളാണെങ്കിൽ അവരെ 1 മുറിയിൽ താമസിപ്പിക്കുവാനും പരിശ്രമിച്ചു നോക്കുക. ഇത് അനുഭവിച്ചറിഞ്ഞതുകൊണ്ടായി പറയുന്നത്. എന്നെയും എൻ്റെ വീടിനെയൊക്കെ നിങ്ങൾക്കൊക്കെ നല്ല പോലെ അറിയാം. ഞങ്ങളുടെ വീട്ടിൽ, ഞങ്ങളുടെ കുടുംബ പുരാണം പറയാനായിട്ടല്ല ഇത്, പക്ഷേ ഈ ആശയം ഒന്ന് പറയാനായിട്ടാണ്. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 3 ആൺപിള്ളേരാണ്. ഈ 3 ആൺകുട്ടികൾക്കും കൂടെ കഷ്ടിച്ച് കഴിഞ്ഞുകൂടുവാൻ അന്നൊരു മുറിയേ ഉണ്ടായിരുന്നുള്ളൂ. ആ മുറിയുടെ പരാധീനതയിലും പരിമിതിയിലും ഇങ്ങനെ കഴിഞ്ഞത് കൊണ്ടാകാം ഇന്നും ലോകത്തിൻ്റെ 3 സ്ഥലങ്ങളിൽ താമസിച്ചാലും വല്ലപ്പോഴും വിളിച്ച് നീ എവിടാടാ എന്ന് ചോദിക്കുവാനായിട്ടുള്ളൊരു സ്വാതന്ത്ര്യവും ബന്ധവും ഉണ്ടായത്
ഈ മുറിയുടെ പരിമിതിയിൽ ഞാനും എൻ്റെ സഹോദരങ്ങളും ഒരുമിച്ച് ജീവിച്ചതാണ് എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് ഇത് നിങ്ങളോട് പങ്കുവെക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ വീട് ഒരു ക്രൗഡിൻ്റെ ലക്ഷണമുള്ള, ഒരു പുരുഷാരത്തിൻ്റെ ലക്ഷണമുള്ള, സ്വന്തം ലോകം മാത്രം കെട്ടിപ്പടുക്കുന്ന ഒരിടമായിട്ട്, ഒരു സ്ഥലമായി മാറിപ്പോകും പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഈ കമ്മ്യൂണിറ്റിയാണ്. ഇങ്ങനെ കമ്മ്യൂണിറ്റിയായിട്ട് ജീവിക്കുന്ന കുടുംബങ്ങൾ, ഇങ്ങനെ കമ്മ്യൂണിറ്റിയായി ജീവിക്കുന്ന പള്ളികൾ, ഇങ്ങനെ കമ്മ്യൂണിറ്റിയായി ജീവിക്കുന്ന സഭകൾ, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമേ സക്കായിക്ക് യേശുവിനെ കാണുവാനായിട്ടുള്ള വഴിയൊരുങ്ങുകയുള്ളൂ എന്നുള്ളത് വിസ്മരിച്ചു പോകരുത്. അതുകൊണ്ട് യേശുവിനെ കാണുവാനായിട്ട് സക്കായിമാർ ആഗ്രഹിക്കുമ്പോൾ അത് സാധ്യമാകുന്നത് കമ്മ്യൂണിറ്റികളിലൂടെയാണ്, സഭയിലൂടെയാണ്, സമൂഹത്തിലൂടെയാണ്, അതല്ലാതെ പുരുഷാരത്തിലൂടെയല്ല. വിവാഹ കൂദാശയിൽ നിങ്ങളെ രാജ്ഞിയും രാജാവുമായിട്ടൊക്കെ വാഴിച്ചു വിടുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. പക്ഷേ അതിനോടൊപ്പം സഭ നൽകുന്ന ഒരു പട്ടത്വമുണ്ട്. മണവാളനെയും മണവാട്ടിയെയും കുടുംബമെന്ന സഭയുടെ പട്ടക്കാരായി പട്ടം കെട്ടിയാണെന്ന് വിടുന്നത്. ഈ കുടുംബത്തിലെ പട്ടക്കാരുടെ ജോലിയാണ് ഈ കുടുംബ ജീവിതത്തിലൂടെ സക്കായിമാർക്ക് യേശുവിനെ കാണുവാനായിട്ടുള്ള വഴിവെക്കുക എന്നുള്ളത്. ഇതില്ല എങ്കിൽ കുടുംബം എന്ന് പറയുന്ന ദൗത്യം നഷ്ടപ്പെടും. കുടുംബത്തിൻ്റെ പ്രധാനമായിട്ടുള്ള സുവിശേഷ ദൗത്യം നഷ്ടപ്പെടും. ബിജു ജേക്കബ് പറഞ്ഞു വെച്ച ഒരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. 2 കാര്യങ്ങൾ കർത്താവ് വരുന്നിടം വരെയും ചെയ്യണമെന്ന് കൽപ്പിച്ച് ഏൽപ്പിച്ചിട്ട് പോയതാണ്. അതിലൊന്നെന്താണ്? ഞാൻ വരുന്നത് വരെയും വിശുദ്ധ കുർബാന തുടരണം എന്നുള്ളതാണ്. എല്ലാവരും ഭംഗിയായി ആ കാര്യം നിർവഹിക്കുന്നുണ്ട്. പക്ഷെ ഒരു ലാസ്റ്റ് കമ്മീഷനുണ്ട്, അവസാനത്തെ ഒരു കൽപ്പനയുണ്ട്. നിങ്ങൾ ലോകമൊക്കെയിലും പോകണം, എൻ്റെ സുവിശേഷം പറയണം, സകലരെയും ശിഷ്യരാക്കിക്കൊള്ളണം. മതം മാറ്റമല്ല, അത് വേറെ വിഷയമാണ്. പക്ഷേ ഇവിടെ ഇരിക്കുന്ന യേശു തമ്പുരാനെ അനുഗമിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ക്രിസ്ത്യാനികളായ നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ ഈ അവസാനത്തെ കൽപ്പന ഒരു പ്രാവശ്യമെങ്കിലും നിർവഹിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ട വിഷയമാണ്. യേശുവിനെ അറിയാൻ വയ്യാത്തവൻ്റെ മുമ്പാകെ യേശുവിനെ അവതരിപ്പിക്കുന്ന ഒരു ജീവിത ശൈലി, ഒരു കുടുംബത്തിൻ്റെ ശൈലി. നമ്മുടെ കുടുംബജീവിതം കണ്ടാൽ ആരെങ്കിലും യേശുവിങ്കിലേക്ക് വരുമോ? അതോ യേശുവിനെ വിട്ടുപോകുമോ? ഇത് കാര്യമായി പരിഗണിക്കണം. സക്കായിയുടെ ക്രിസ്തു ദർശനത്തിന് 3ാമത്തെ പ്രതിസന്ധി, അവൻ്റെ അന്വേഷണം. യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ ശ്രമിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്താണ് സക്കായിയുടെ ഈ അന്വേഷണത്തിൻ്റെ പ്രശ്നം? യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ, ഞാൻ പറയും, സക്കായി കാട്ടത്തിയിൽ നിന്ന് താഴെ ഇറങ്ങുന്നതിന് മുമ്പ് സക്കായിയുടെ ഒരു ജീവിതവും ഫിലോസഫിയുമുണ്ട്. സക്കായി കാട്ടത്തിയിൽ നിന്നും താഴെ ഇറങ്ങിയതിന് ശേഷമുള്ള ഒരു ജീവിതവും ജീവിതത്തിൻ്റെ തത്വവുമുണ്ട്. ഇവിടെ സക്കായി യേശുവിനെ കാണുന്നത്, അല്ലെങ്കിൽ കാണുവാൻ ശ്രമിക്കുന്നത് കാട്ടത്തിയിൽ ഇരുന്നു കൊണ്ടാണ്, ഇറങ്ങുന്നതിന് മുമ്പല്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ ശ്രമിച്ചതിൻ്റെ അർത്ഥം ഇങ്ങനെ വ്യാഖ്യാനിക്കാം: കൂടെ കൂട്ടി ഈ ബിസിനസ് കൊണ്ടു നടക്കാൻ കൊള്ളാവുന്നവനാണോ എന്നുള്ള നോട്ടമാണ്. കൂടെ കൂട്ടിയാൽ ഇപ്പോൾ നടക്കുന്ന ബിസിനസ് ഭംഗിയായി കൊണ്ടുപോകുവാനായിട്ട് സഹായം ലഭിക്കുമോ എന്നുള്ളൊരു അന്വേഷണമാണിത്. വേദപുസ്തകത്തിൽ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, യാക്കോബ് ഒരു നേർച്ച നേർന്നു. എപ്പോഴാണ് നേർന്നത്? അപ്പനെ കബളിപ്പിച്ച്, സഹോദരനെ കബളിപ്പിച്ച്, അപ്പൻ്റെ വീട്ടിൽ നിന്നും അമ്മയുടെ ഉപദേശമനുസരിച്ച് അമ്മയുടെ വീട്ടിലേക്ക് ഓടുന്ന ഓട്ടത്തിനിടയിൽ ഒരു സ്ഥലത്ത് കിടന്നുറങ്ങി. അവിടെ സ്വപ്നം കണ്ടു. തലേണയായി ഉപയോഗിച്ച കല്ല് പിറ്റേ ദിവസം രാവിലെ എടുത്ത് അവിടെ നാട്ടിയിട്ട് യാക്കോബ് നേർച്ച നേർന്നു എന്ന് നമ്മൾ വായിക്കുന്നു.
യാക്കോബിന്റെ നേർച്ചയുടെ സാരാംശം ഇതാണ്. അവൻ ഇങ്ങനെയാണ് പറഞ്ഞത്: ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും വഴിയിൽ ആഹാരവും വസ്ത്രവും എനിക്ക് തരികയും എന്നെ സന്തോഷത്തോടെ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്താൽ, 3 കാര്യം ചെയ്താൽ, വീണ്ടും 2 കാര്യം ഞാൻ നിനക്ക് തരും. നീ എനിക്ക് കർത്താവായിരിക്കും. 3 കാര്യവും അവൻ പറയുന്നുണ്ട്. സകലത്തിലും ദശാംശം തരും. 3-മതൊരു കാര്യം കൂടെ പറഞ്ഞു: ഈ കല്ലായി നിർത്തിയിരിക്കുന്നിടത്ത് നിനക്ക് ഞാനൊരു ആലയം പണിയും. എന്താണ് യാക്കോബ് പറയുന്നത്? അനീതിക്ക് കൂട്ടുനിന്നാൽ ഒരു കൈക്കൂലി കർത്താവിന് കൊടുക്കാമെന്ന്. അപ്പനെ കബളിപ്പിച്ച്, സഹോദരനെ കബളിപ്പിച്ച്, ലോകക്കാരെ മുഴുവൻ കബളിപ്പിച്ച് നിവൃത്തിയില്ലാതെ ഓട്ടമോടുമ്പോൾ സക്കായി നോക്കിയതുപോലെ കൂട്ടുനിൽക്കുവാൻ ഒരു കർത്താവിനെയാണ് ആഗ്രഹമെങ്കിൽ പൊന്നും കുരിശ് കൊടുക്കും, പള്ളിക്ക് കുരിശുമൂട് പണിത് കൊടുക്കും, വേണമെങ്കിൽ പള്ളി വെച്ച് കൊടുക്കും. കൂട്ടു നിൽക്കാൻ ഒരുത്തനെ മതി. ഇതാണ് നമ്മുടെ അന്വേഷണമെങ്കിൽ രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ്. സക്കായി യേശുവിനെ കാണുവാനായിട്ട് ശ്രമിച്ചത്, യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാനായിട്ട് ശ്രമിച്ചത് ഇങ്ങനെ ഒരു നോട്ടമാണെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ അങ്ങനെയൊക്കെ നോക്കുന്നവരാണെന്ന്. അതല്ല എങ്കിൽ യേശുവിനെ നോക്കുമ്പോൾ ക്രൂശെടുക്കുവാനും ത്യജിക്കുവാനും പിന്നാലെ പോകുവാനും ഒക്കെ തയ്യാറാകുന്ന ഒരു ജീവിതത്തിൻ്റെ അവസ്ഥയിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. സമയം പരിമിതമായതുകൊണ്ട് തൽക്കാലം സക്കായിയെക്കുറിച്ചുള്ള ചിന്ത ഇവിടെ അവസാനിപ്പിച്ചിട്ട് തിരിച്ചു വരും ഞാൻ സക്കായിലേക്ക്. സക്കായിയുടെ കൂടെ യേശു തമ്പുരാൻ പോകണം. 3-മത്തെ ആള് യേശുവാണ്. എന്താണ് പ്രിയമുള്ളവരെ യേശുവിൻ്റെ പ്രത്യേകത? കാണുവാൻ ആഗ്രഹിക്കുന്നതിൻ്റെ വീട്ടിൽ പോയി താമസിക്കുന്ന ഒരു കർത്താവ്. മനസ്സിലെങ്കിലും ഒന്ന് ആഗ്രഹിച്ചാൽ കൂടെ കയറി താമസിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാകാം മനസ്സിലും ചിന്തയിലും ഒന്നും ഇന്ന് കർത്താവിനെ വെക്കാത്തത്. കാരണം കൂടെ കയറി താമസിച്ചു പോയെങ്കിൽ വലിയ പ്രശ്നമല്ലേ? അല്ലേ? ഒരു ചോദ്യം കൂടെ. കർത്താവ്, ഞാൻ പലപ്പോഴും ഇത് ചോദിച്ചിട്ടുള്ളതാണ്, കർത്താവ് എപ്പോഴും കൂടെ വേണമെന്നും കർത്താവിനോട് കൂടെ എപ്പോഴും ജീവിക്കണമെന്നും ആഗ്രഹമുള്ളവരൊന്ന് കൈ ഉയർത്തിക്ക്. കള്ളവാ പറഞ്ഞത്, കൈ താത്തിട്ടു. കാരണം എന്താണെന്ന് ഇപ്പൊ പറയാം. ഇപ്പോൾ അടുത്ത ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ കൈ ഉയർത്തുമെങ്കിൽ ഞാൻ സമ്മതിക്കാം. കർത്താവ് സക്കായിയുടെ കൂടെ വീട്ടിൽ പോയി. വീണ്ടും പുരുഷാരം, നമ്മൾ പറഞ്ഞ പുരുഷാരമാ, പിറുപിറുപ്പുക. എന്താണ് പുരുഷാരം? ഇവൻ പാപിയായ മനുഷ്യന്റെ അടുക്കൽ ചെന്ന് താമസിക്കുവാൻ പോയല്ലോ എന്ന് പറഞ്ഞ് പിറുപിറുക്കുന്ന അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അച്ഛൻ എല്ലാ വീട്ടിലും പോകണമെന്ന് നമുക്ക് ആഗ്രഹമില്ലല്ലോ. ചില വീട്ടിൽ പോകരുതെന്നല്ലേ? അച്ഛൻ എന്തിനാ അവൻ്റെ വീട്ടിൽ പോയേ? തിരുമേനി എന്തിനാ അവളുടെ വീട്ടിൽ പോയേ? കാരണം അച്ഛൻ എവിടെ പോകണം, കർത്താവ് എവിടെ പോകണം, തിരുമേനി എവിടെ പോകണമെന്ന് ഞങ്ങൾ നിശ്ചയിക്കും. അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു അസ്വസ്ഥതയാണ്. കർത്താവ് സക്കായിയുടെ കൂടെ അവൻ്റെ വീട്ടിൽ പോയി. സുവിശേഷം മുഴുവൻ പരിശോധിച്ച് നോക്ക്. കർത്താവ് എവിടെ ചെന്നാലും കർത്താവ് പ്രസംഗിക്കും, മറ്റുള്ളവർ കേട്ടിരിക്കും. സക്കായിയുടെ ഭവനത്തിൽ തിരിച്ചാ സംഭവിച്ചത്. സക്കായിയുടെ ഭവനത്തിൽ കർത്താവ് മിണ്ടാതിരുന്നു, സക്കായി പ്രസംഗിച്ചു. സക്കായിയുടെ പ്രസംഗത്തിന്റെ 1-ാം ഭാഗം എന്താണ് പ്രസംഗിച്ചത്? കർത്താവേ, എൻ്റെ വസ്തുവകകളിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. കർത്താവ് സക്കായിയുടെ വീട്ടിൽ വന്നപ്പോൾ സക്കായിക്കുണ്ടായിരുന്ന പകുതി നഷ്ടപ്പെട്ടു. സക്കായിയുടെ പ്രസംഗത്തിന്റെ 2-ാം ഭാഗം ഏതെങ്കിലും അപഹരിച്ചെടുത്തിട്ടുള്ളത് 1-ന് 4 വീതം തിരിച്ചു കൊടുക്കുന്നു. സക്കായി അപഹരിച്ചെടുത്തിട്ടുള്ളതല്ലേ? മറ്റേ പകുതിയും പോയി കിട്ടി. കർത്താവ് സക്കായിയുടെ വീട്ടിൽ വന്നപ്പോൾ സക്കായി വട്ടപൂജ്യമായി. ഇനി ഞാൻ ചോദിക്കുന്നു, കർത്താവിനെ ജീവിതത്തിൽ വീട്ടിൽ കൊണ്ടുപോകുമോ? എന്ത് പറ്റും?
എന്ത് പറ്റും? എന്ത് പറ്റും? വട്ടപൂജ്യമാകും. തയ്യാറാണോ? ഇത് തമാശയായി തിരിച്ചു തള്ളാനുള്ളതല്ല. ഇതിനകത്തൊരു വലിയ സന്ദേശമുണ്ട് പ്രിയമുള്ളവരെ. സക്കായി ഇതുവരെ രക്ഷയെന്ന് കരുതിയിരുന്നതൊക്കെ കൈവിട്ട് കളഞ്ഞപ്പോൾ കർത്താവ് പ്രസംഗം ആരംഭിച്ചു. കർത്താവിന്റെ പ്രസംഗം എന്താണ്? ഇവനും അബ്രഹാമിന്റെ പുത്രനാകിയാൽ ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി. സക്കായി ഇതുവരെ രക്ഷയുണ്ടെന്ന് കരുതിയിരുന്നതൊക്കെ കൈവിട്ട് കളഞ്ഞപ്പോൾ യഥാർത്ഥ രക്ഷയുടെ ഉറവിടമായ ക്രിസ്തു അവന്റെ ജീവിതത്തിൽ വന്നപ്പോൾ അവന് രക്ഷയുണ്ടായി. ഇന്ന് നമുക്കെന്തിനാ കർത്താവ് വേണ്ടത്? ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്. ഇന്ന് നമുക്ക് കർത്താവിനെ വേണ്ടത് ഉള്ളത് സംരക്ഷിക്കുവാനും കൂടുതൽ കിട്ടുവാനും. ആർക്ക് വേണം കർത്താവിന് വേണ്ടി നഷ്ടപ്പെടുവാൻ? ആരുണ്ട്? അതാണ് രക്ഷയെന്ന് ഈ സക്കായിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുകയാണ്. സക്കായിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നു. സക്കായി നൽകുന്ന പാഠം എന്താണ്? എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇന്ന് നാം രക്ഷയെന്ന് കരുതി കെട്ടിപ്പിടിച്ചു വച്ചിരിക്കുന്നതൊക്കെ രക്ഷയല്ലാതായി മാറുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ വിട്ടുകൊടുക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ അവിടെയാണ് രക്ഷ. കാരണം രക്ഷ ക്രിസ്തുവാണ്, രക്ഷ യേശുവാണ്. യേശു മാത്രം സമ്പത്താകുമ്പോഴാണ് ഒരുവന് രക്ഷയുണ്ടാകുന്നത്. മറ്റൊന്നിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ വേറൊരു നാമവുമില്ല. യേശു മാത്രമാണ് രക്ഷ. ഇത് സമ്പാദ്യമായി സക്കായിക്ക് ലഭിച്ചതാണ് ഏറ്റവും വലിയ രക്ഷ. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ക്രിസ്തു ഇന്ന് ആരാണ്? ക്രിസ്തു ജീവിതത്തിൻ്റെ രക്ഷകനായി. അവനെ സ്വീകരിക്കുവാൻ, ഇത് ഒരു വെറുതെ പറയുന്നതല്ല. യേശു ക്രിസ്തുവിനെ നമ്മളെപ്പോഴും പറയുന്ന രണ്ട് വാക്കുണ്ട്. ഹീസ് മൈ ഗോഡ് ആൻഡ് മൈ ലോഡ്. അവൻ എൻ്റെ കർത്താവാകുന്നു. കർത്താവാകുന്നു എന്ന് പറഞ്ഞാൽ, ലോഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കർത്തൃത്വം നടത്തുന്നവൻ. എൻ്റെ ജീവിതത്തിൻ്റെ കൺട്രോൾ അത് കർത്താവാക്കുവാൻ മനസ്സുള്ളവരുണ്ടോ എന്നാ ചോദ്യം. അവിടെയാണ് രക്ഷ. പക്ഷെ നമ്മൾ പലപ്പോഴും യേശു തമ്പുരാന്റെ മുമ്പാകെ വന്ന ധനികനായ ചെറുപ്പക്കാരനായ ഒരു മനുഷ്യനെ പോലെ അവനും ഇതുപോലെയാണല്ലോ വന്നത്. എന്തു വന്നു? അവന് കർത്താവിൻ്റെ അടുക്കൽ വന്ന നല്ല ചോദ്യമായിട്ടാണ്, നിത്യജീവനെ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന്. യേശു അവനോട് ചോദിച്ചു, കൽപ്പനകളൊക്കെ നീ പാലിക്കുന്നുണ്ടോ? നമ്മെപ്പോലെ അവനും പറഞ്ഞു, ചെറുപ്പം മുതലേ പാലിക്കുന്നുണ്ടെന്ന്. പക്ഷേ നിൽക്കേണ്ടവൻ്റെ മുമ്പാകെ നിന്നപ്പോഴാണ് കുറവെന്താണെന്ന് കണ്ടത്. നമ്മുടെ പ്രശ്നം എന്താ? നമുക്ക് ഈ അഹങ്കാരത്തിൻ്റെയും പ്രമാണിത്വത്തിൻ്റെയും പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, ഈ കണ്ണാടിയുടെ മുമ്പാകെ നിൽക്കുന്നില്ല എന്നുള്ളതാ. ഇന്നിങ്ങോട്ട് പോന്നപ്പോഴേ നിലക്കണ്ണാടിയിൽ മുഖം നോക്കാത്തവരാരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തിക്കും. അതുകൊണ്ട് ഈ പ്രായമുള്ള അപ്പച്ചന്മാരും എല്ലാം നോക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താ നോക്കിയത്? എന്ത് നോക്കി? നോക്കിയിട്ട് എന്ത് ചെയ്തു? യേശുവാകുന്ന കണ്ണാടിയുടെ മുമ്പാകെ നിൽക്കുമ്പോൾ മാത്രമേ കുറവെന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ. ആ ചെറുപ്പക്കാരൻ അതുവരെ ശരിയായിരുന്നു, പക്ഷെ അത് കഴിഞ്ഞ് പോയി. അവൻ വരേണ്ടടുത്ത് വന്നു, ചോദിക്കേണ്ടത് ചോദിച്ചു. പക്ഷെ കർത്താവ് പറഞ്ഞപ്പോൾ അവനൊരു വിഷമം. എന്ത്? വിൽക്കണമെന്ന്, ഉപേക്ഷിക്കണമെന്ന്, പിന്നെ വരണമെന്ന്, ഉപേക്ഷിച്ചാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകുമെന്ന്. ഇതൊക്കെ ഒരു തിയറിയാണ് തിരുമേനി. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. കൺവെൻഷൻ കഴിയുന്നുടനെ ഇറങ്ങിച്ചെല്ലുമ്പോൾ നിങ്ങളും പറയും, തിരുമേനി നല്ല പ്രസംഗമായിരുന്നു. ഇതിനങ്ങേപ്പുറത്ത് പോകില്ല. അല്ലെങ്കിൽ പ്രസംഗം ബോറായിരുന്നെന്ന് പറയും. ഇതിനങ്ങേപ്പുറത്ത് പോകണ്ട. ഇതൊരു വാർഷിക പരിപാടിയാണ്. മെൽത്തോയുടെ ഓരോ വർഷം കഴിയുമ്പോഴും യേശു ക്രിസ്തു ജീവിതത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമാകുവാൻ, ഒരു റിയാലിറ്റി ആകുവാൻ, അവൻ പറയുന്നത് കേൾക്കുവാൻ, ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കുവാൻ. കഴിഞ്ഞ വർഷം മെൽത്തോ കൺവെൻഷനെ സംബന്ധിച്ചവർ എന്തൊക്കെയാണ് യേശു ക്രിസ്തുവിന് വേണ്ടി ഉപേക്ഷിച്ചത്? ഈ വർഷം മെൽത്തോ കൺവെൻഷനിൽ സംബന്ധിക്കുന്നവർ യേശു ക്രിസ്തു രക്ഷകനാകുവാൻ എന്തൊക്കെയാണ് ഉപേക്ഷിക്കുന്നത്? ഇതൊരു വലിയ ചോദ്യമാണ്. സക്കായി ഒന്നുമില്ലാത്തവനായി വട്ടപൂജ്യമായി യേശു തമ്പുരാന്റെ മുമ്പിൽ നിന്നപ്പോൾ സക്കായിയോട് യേശു പറഞ്ഞു,
ഇതാണ് രക്ഷ. കളഞ്ഞതല്ല, ഉപേക്ഷിച്ചതല്ല. പിന്നെയോ യേശുവിനെ അവൻ്റെ ജീവിതത്തിൽ സ്വീകരിച്ചതാണ് രക്ഷ. യേശു ക്രിസ്തു ഇന്ന് നമുക്കാരാണ്? 20 നൂറ്റാണ്ട് ആരാണ്ടോ അനുഭവിച്ചത്, എഴുതി വെച്ചത് വായിക്കുന്ന ഒരു വായനാ സംഘമോ, ആരാണ്ട് പറഞ്ഞു കേട്ട ഒരു കഥ ഏറ്റുപാടുന്ന ഒരു സമൂഹമോ, അതോ ഒരു ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റിയോ? ആരാണ് യേശു? യേശു, ഞാൻ തിയോളജി പറയുകയല്ല, യേശു തൃത്വത്തിൽ രണ്ടാമൻ, സെക്കൻഡ് പേഴ്സൺ ഇൻ ഹോളി ട്രിനിറ്റി. പേഴ്സൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? യു ക്യാൻ റിലേറ്റ് ഹിം പേഴ്സണലി. എനിക്കും നിങ്ങൾക്കും വ്യക്തിപരമായി ബന്ധിപ്പിക്കുവാൻ, ബന്ധപ്പെടുവാൻ, അനുഭവിക്കുവാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് യേശു തമ്പുരാൻ. അത് ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് രക്ഷയുണ്ടാകുന്നത്. അത് ജീവിതത്തിൽ വരുമ്പോഴാണ് ആ രക്ഷയിലൂടെ സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നത്. പ്രാർത്ഥിച്ചില്ലേ? കഴിഞ്ഞ 10-25 വർഷം മുമ്പ് പ്രാർത്ഥിച്ചതൊക്കെ കർത്താവ് തന്നിട്ടും ഒരു സന്തോഷമില്ലാത്തത് എന്താണ്? മുമ്പ് പറഞ്ഞതുപോലെ പട്ടിണി മാറുവാൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് തൃപ്തി തന്ന് അധികം തന്നിട്ടും, വീടില്ലാതിരുന്നപ്പോൾ ഒരു വീട് തരണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ നല്ല വീടുകൾ തന്നിട്ടും, മക്കൾക്ക് നല്ല വിദ്യാഭ്യാസവും ജോലിയും തരണമെന്ന് പറഞ്ഞ് ജോലിയും വിദ്യാഭ്യാസവും ഒക്കെ തന്നിട്ടും എന്തുകൊണ്ടാണ് ഒരു സന്തോഷമില്ലാത്തത്? ഇല്ലെങ്കിൽ അതിൻ്റെ കാരണം രക്ഷകനായ ക്രിസ്തു ഒരു യാഥാർത്ഥ്യമായി, ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആയി ജീവിതത്തിൽ വരുന്നില്ല എന്നുള്ളതാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നും സക്കായിയുടെ ജീവിതത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത്, സക്കായിക്ക് അവൻ്റെ ജീവിതത്തിൽ യേശു ക്രിസ്തു ഒരു രക്ഷയുടെ അനുഭവമായതുപോലെ യേശു ക്രിസ്തു രക്ഷയുടെ അനുഭവമാകുവാൻ വിട്ടുകളയേണ്ടത് വിട്ടുകളയുവാനും ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കുവാനും നാം തയ്യാറാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ജീവിതത്തിൻ്റെ ഒരു ആനന്ദമുണ്ട്. ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് ഹാപ്പിനെസ് ആണ്, പ്ലഷറാണ്. ഇതൊക്കെ വളരെ ബാഹ്യമായിട്ടുള്ളതാണ്. പക്ഷെ ഒരു ജോയ്, അത് അകത്തു നിന്നുണ്ടാകുന്നതാണ്. ഒരു ഇന്നർ പീസ്, ഒരു അകത്തെ സമാധാനം, അതുണ്ടാകുന്നത് യേശു ക്രിസ്തു യാഥാർത്ഥ്യമായി ഉള്ളിൽ വസിക്കുമ്പോഴാണ്. അതിന് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മെ വിളിച്ചിരിക്കുന്നത് സക്കായിയെ പോലെ ഒരു അനുതാപത്തിലേക്ക്, ഒരു തിരിച്ചുവരവിലേക്ക്, യേശു ക്രിസ്തുവാകുന്ന ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിലേക്കാണ്. പ്രിയമുള്ളവരെ, ഒരു പുരുഷാരമായി നിൽക്കുവാനായിട്ടുള്ളതല്ല നമ്മുടെ ജീവിതം. പിന്നെയോ ഒരു സഭയായി, ഒരു സമൂഹമായി യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാൻ, യേശു ക്രിസ്തുവിലേക്ക് അനേകരെ നയിക്കുവാൻ അത് കഴിയേണ്ടത് യേശു ക്രിസ്തു ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ ഉള്ളിൽ ജീവിക്കുമ്പോഴാണ്. ഇത് ക്രിസ്മസിൻ്റെ കാലമാണല്ലോ. പരിശുദ്ധ ആത്മാവ് പരിശുദ്ധ മറിയമിലേക്ക് ഇറങ്ങി വസിച്ചതുപോലെ, ഗർഭിണിയായതുപോലെ ഞാനും നിങ്ങളും യേശു ക്രിസ്തുവിനെ എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ഒന്ന് ഗർഭം ധരിച്ചെങ്കിൽ മാത്രമേ യേശു ക്രിസ്തുവിനെ പ്രസവിച്ച് ലോകത്തിന് കാണിച്ചു കൊടുക്കുവാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ള ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി സക്കായിയുടെ ജീവിതത്തെ പോലെ ഒരു അനുതാപത്തിൻ്റെ, ഒരു മാറ്റത്തിൻ്റെ, ഒരു ഉപേക്ഷിക്കലിൻ്റെ പാതയിലേക്ക് വരുവാനിടയാകട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് നൽകട്ടെ. ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട റോയി അച്ഛനോട്, എല്ലാ വൈദികരോടും, അഭിമന്യ തിരുമേനിയോട് പ്രത്യേകിച്ചും എൻ്റെ എല്ലാ സന്തോഷവും അറിയിക്കുന്നു. മനം നിറഞ്ഞാണ് ഇതിൻ്റെ ക്രമീകരണം കണ്ട് ഇവിടെ നിന്നത്. എല്ലാ സന്തോഷവും അറിയിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.